വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ട നമുക്ക് ദൈവത്തോട് സമാധാനമുള്ളത് ആര് മൂലമാണ്? കർത്താവായ യേശുക്രിസ്തു മൂലം. വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ട് കർത്താവായ യേശുക്രിസ്തു മൂലം നമുക്കാരോടാണ് സമാധാനമുള്ളത്? ദൈവത്തോട്. നാം നിൽക്കുന്ന കൃപയിലേക്ക് വിശ്വാസത്താൽ പ്രവേശനം ലഭിച്ചത് ആര് മൂലമാണ്? കർത്താവായ യേശുക്രിസ്തു മൂലം. നമുക്ക് ദൈവത്തോട് സമാധാനവും നാം നിൽക്കുന്ന കൃപയിലേക്ക് പ്രവേശനവും കർത്താവായ യേശുക്രിസ്തു മൂലം ലഭിച്ചത് എന്തിനാലാണ്? വിശ്വാസത്താൽ. എന്തിൻ്റെ പ്രത്യാശയിലാണ് നാം പ്രശംസിക്കുന്നത്? ദൈവ തേജസ്സിൻ്റെ. കഷ്ടത സഹിഷ്ണുതയെയും സഹിഷ്ണുത സിദ്ധതയെയും സിദ്ധത പ്രത്യാശയും ഉളവാക്കുന്നു എന്നറിഞ്ഞ് എന്തിലാണ് പ്രശംസിക്കേണ്ടത്? കഷ്ടങ്ങളിൽ. ഭംഗം വരാത്തത് എന്താണ്? പ്രത്യാശ. ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നിരിക്കുന്നത് ആരിലൂടെയാണ്? പരിശുദ്ധാത്മാവിനാൽ. നാം ബലഹീനർ ആയിരിക്കുമ്പോൾ തന്നെ ക്രിസ്തു ആർക്കു വേണ്ടിയാണ് മരിച്ചത്? അഭക്തർക്ക് വേണ്ടി. നാം ബലഹീനർ ആയിരിക്കുമ്പോൾ തന്നെ അഭക്തർക്ക് വേണ്ടി മരിച്ചതാരാണ്? യേശുക്രിസ്തു. ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കയാൽ നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിക്കുന്നതാരാണ്? ദൈവം. നാം പാപികളായിരിക്കുമ്പോൾ തന്നെ ക്രിസ്തു നമുക്ക് വേണ്ടി മരിക്കയാൽ ദൈവം നമ്മോട് പ്രദർശിപ്പിക്കുന്നതെന്താണ്? സ്നേഹം. നാം നീതീകരിക്കപ്പെട്ടത് എന്തിനാലാണ്? ക്രിസ്തുവിൻ്റെ രക്തത്താൽ. ശത്രുക്കളായിരിക്കുമ്പോൾ നമുക്ക് ദൈവത്തോട് നിരപ്പ് വന്നത് എന്തിനാലാണ്? ദൈവത്തിൻ്റെ പുത്രൻ്റെ, അതായത് യേശുക്രിസ്തുവിൻ്റെ മരണത്താൽ. നമുക്ക് ദൈവത്തോട് നിരപ്പ് ലഭിച്ചത് ആര് മുഖാന്തരം ആണ്? യേശുക്രിസ്തു മുഖാന്തരം. നാം ഏതെല്ലാം കാര്യങ്ങളിലാണ് പ്രശംസിക്കേണ്ടത്? ദൈവ തേജസ്സിൻ്റെ പ്രത്യാശയിൽ, കഷ്ടങ്ങളിൽ, ദൈവത്തിൽ. ലോകത്തിൽ പാപം കടന്നു വന്നത് ആരാലാണ്? ഏക മനുഷ്യനാൽ, ആദാമിനാൽ. ലോകത്തിൽ മരണം കടന്നു വന്നത് എന്തിനാലാണ്? പാപത്താൽ. എല്ലാവരും പാപം ചെയ്യുകയാൽ സകല മനുഷ്യരിലും പരന്നിരിക്കുന്നതെന്താണ്? മരണം. ന്യായപ്രമാണ കാലം വരെ ലോകത്തിലുണ്ടായിരുന്നത് എന്താണ്? പാപം. ന്യായപ്രമാണം ഇല്ലാതിരിക്കുമ്പോൾ കണക്കിടാത്തത് എന്താണ്? പാപത്തെ. വരുവാനുള്ളവൻ്റെ പ്രതിരൂപം ആരാണ്? ആദാം. ആദാമിൻ്റെ ലംഘനത്തിന് തുല്യമായി പാപം ചെയ്യാത്തവരിലും വാണിരുന്നത് എന്താണ്? മരണം. ആദാമിൻ്റെ ലംഘനത്തിന് തുല്യമായി പാപം ചെയ്യാത്തവരിലും മരണം വാണിരുന്നത് ഏതു മുതൽ ഏതുവരെയാണ്? ആദാം മുതൽ മോശ വരെ. ഏകൻ്റെ ലംഘനത്താൽ അനേകർ മരിച്ചു എങ്കിലും അനേകർക്ക് വേണ്ടി ഏറ്റവും അധികം കവിഞ്ഞിരിക്കുന്നത് എന്താണ്? ദൈവകൃപയും യേശുക്രിസ്തുവിൻ്റെ കൃപയാലുള്ള ദാനവും. ദൈവകൃപയും കൃപയാലുള്ള ദാനവും അനേകർക്ക് ലഭിച്ചത് ആരിലൂടെയാണ്? യേശുക്രിസ്തുവിലൂടെ. ഏകൻ്റെ, അതായത് ആദാമിൻ്റെ പാപം എന്ത് കൽപ്പിക്കാനാണ് കാരണമായത്? ശിക്ഷാവിധി കൽപ്പിക്കാൻ. അനേകം ലംഘനങ്ങളെ മോചിക്കുന്ന നീതീകരണ വിധിക്ക് ഹേതുവായി തീർന്നത് എന്താണ്? കൃപാവരം. ഏകൻ്റെ ലംഘനത്താൽ സംഭവിച്ചത് എന്താണ്? മരണം. യേശുക്രിസ്തു നിമിത്തം ഏറ്റവും അധികം
ജീവനിൽ വാഴുന്നത് ആരാണ്? കൃപയുടെയും നീതിദാനത്തിൻ്റെയും സമൃദ്ധി ലഭിക്കുന്നവർ. കൃപയുടെയും നീതിദാനത്തിൻ്റെയും സമൃദ്ധി ലഭിക്കുന്നവർ ഏറ്റവും അധികമായി ജീവനിൽ വാഴുന്നത് ആര് നിമിത്തമാണ്? യേശുക്രിസ്തു എന്ന ഏകൻ നിമിത്തം. ഏകലംഘനത്താൽ സകല മനുഷ്യർക്കും വന്നതെന്താണ്? ശിക്ഷാവിധി. ഏകനീതിയാൽ സകല മനുഷ്യർക്കും വന്നതെന്താണ്? ജീവകാരണമായ നീതീകരണം. ഏക മനുഷ്യൻ്റെ അനുസരണക്കേടിനാൽ അനേകർ എന്തായി തീർന്നു? പാപികൾ. ഏകൻ്റെ അനുസരണത്താൽ അനേകർ എന്തായി തീരും? നീതിമാന്മാരായി. ലംഘനം പെരുകേണ്ടതിന് ഇടയിൽ ചേർന്നു വന്നതെന്താണ്? ന്യായപ്രമാണം. പാപം പെരുകിയിടത്ത് അത്യന്തം വർദ്ധിച്ചത് എന്താണ്? കൃപ. മരണത്താൽ വാണത് എന്താണ്? പാപം. നീതിയാൽ നിത്യജീവനായി വാഴേണ്ടത് എന്താണ്? കൃപ. കൃപ നീതിയാൽ നിത്യജീവനായി വാഴേണ്ടത് ആര് മുഖാന്തിരമാണ്? യേശുക്രിസ്തു മുഖാന്തിരം.